ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മീൻകറി വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ കാശിക്കൂട്ടൻ അംഗനവാടി പോയി, ചേട്ടായി പണിക്ക് പോയി. അപ്പോൾ ഞാനുണ്ട് ഇവിടെ വീട്ടിൽ. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ മീൻ മേടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ മിക്കപ്പോഴും മേടിക്കുന്നത് പീസ് മീനായിരിക്കും മേടിക്കുന്നത്. പിന്നെ അപൂർവങ്ങളിലേ അങ്ങനെ ഉള്ളൂ എന്നാ മത്തിയോ അയലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നത് കേട്ടോ. അപ്പം മീൻ മേടിച്ച് ഞാനെല്ലാം കഴുകിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അതിന് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും 2-3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇവിടെ രാവിലെ തൊട്ടേ ചെറിയ മൂടിരിക്കുകയാണ് കേട്ടോ. മഴ പെയ്യാനെ കൊണ്ടാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം കിഴങ്ങറിയായിരുന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടു. അപ്പോൾ ഞാൻ എന്ത് കറി വെച്ചാലും കിഴങ്ങറിയാട്ടെ എന്തെങ്കിലും കറി മുട്ടക്കറി ആയിട്ട് അങ്ങനെ വെച്ചാലും കറി മിച്ചം വരും കേട്ടോ. ഇന്ന് കിഴങ്ങറി വെച്ചിട്ട് ആദ്യ സംഭവമാണ് കേട്ടോ. തികയാതെ വന്നു ഇവിടെ. ഇപ്പം നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൊടിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോടുള്ള ഒരാളാണ് കേട്ടോ. ഞാനപ്പോൾ ഉണക്കമീൻ വറുത്തത്, ഞങ്ങളുടെ ഇവിടെയൊക്കെ ആ മീനിന് കുറിച്ചി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ നാട്ടിലൊക്കെ അതിന് ചീത്ത അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു നമ്മുടെ ഇവിടെയൊക്കെ അതിന് കുറിച്ചി എന്നാണ് പറയുന്നത് ആ മീനിനൊക്കെ. അപ്പോൾ അതുപോലെ ഇപ്പം ഞാൻ മുളക് പൊടിയൊക്കെ മൂത്തു എന്ന് പറഞ്ഞതിന് ഇനി വേറെ വല്ല അവരുടെ വേറെ നാടുകളിലൊക്കെ എന്നാ പറയുന്നത് നമുക്കറിയത്തില്ലല്ലോ. നമ്മുടെ ഇവിടെയൊക്കെ മുളക് പൊടി മൂക്കുക, മുളക് മൂപ്പിക്കുക അങ്ങനെയൊക്കെ പറയട്ടോ. മീനിനൊക്കെ ഭയങ്കര വിലയാണ്. ഇന്ന് രാവിലെ 1 കിലോ മീൻ മോതമീൻ മേടിച്ചപ്പോഴത്തേക്ക് 350 രൂപയായി. 350 രൂപയായി 1 കിലോ മീൻ കേട്ടോ. ഞാൻ നിങ്ങളോട് വിചാരിക്കരുത് കഴുകാതെയാണ് ഇടുന്നത് എന്നല്ല. ഇത് എനിക്ക് അമ്മ കുറച്ച് പുളി തന്നു വിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴുകിയതായിരുന്നേ.
അമ്മ കഴുകി അമ്മ കുറച്ച് പുളി എനിക്ക് തന്നു വിട്ടത്. അമ്മ പണിക്കൊക്കെ പോകുന്നപ്പോഴൊക്കെ കൊണ്ടുവരുന്നതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ വീട് ഉറങ്ങിട്ടോ. അവനുള്ളപ്പം അവിടെ നിൽക്കടാ, ഇവിടെ വാടാ, കഴിക്കടാ, അങ്ങോട്ട് പോയി ഇരിക്കടാ, എല്ലാം അലക്കിയല്ലേ. ഇപ്പം അവനില്ലാതെ ഇപ്പം ചേട്ടായി ഇല്ലാത്തപ്പോൾ സൈലൻ്റാണ് വീട്. ഞാൻ തന്നെയല്ലേ ഉള്ളൂ. നമുക്കിതൊന്ന് തിളക്കട്ടെ. നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരണമെന്ന് വിചാരിക്കുക. ഇതിൻ്റെ മണി പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ എത്ര മണി പ്ലാന്റ് കൊണ്ട് വെച്ചാലെന്ന് പറഞ്ഞാലും കുറച്ച് ഇവിടെ വരെയൊക്കെ പൊക്കം വരും, വന്നിട്ട് അതങ്ങ് കരിഞ്ഞു പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നതെടുത്ത്, ഇന്നല്ല കുറച്ച് ഈ വട്ടം കൊണ്ടുവന്ന് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൻ്റെ മണ്ടയിലെടുത്ത് വെച്ചിട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതിൻ്റെ ഇലയ്ക്ക് പുതിയ നാമ്പ് വന്നത് ഇവിടെയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് നിങ്ങളുമായിട്ടാണ് ഷെയർ ചെയ്തതാണ് കേട്ടോ. കണ്ടോ, എൻ്റെ മണി പ്ലാന്റിൻ്റെ ഇലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ മണി പ്ലാന്റ് ഒക്കെ വെക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെയൊക്കെ മഴയുണ്ട് കേട്ടോ. മുറ്റം കണ്ടിട്ട് മുറ്റം തൂക്കാത്തതാണെന്നൊന്നും ആരും വിചാരിക്കരുത്. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഇല നന്നായിട്ട് കൊഴിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തേക്കിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് വീഴുന്നതാണ്. എൻ്റെ റോസ കയറി പോയേക്കുന്നുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഉള്ള വെള്ളവും കൂടെ പറ്റാനായിരിക്കും ഈ മഴ ഇങ്ങനെ പെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുമ്പോട്ട് പോകത്തുള്ളൂ. ഒരിടയ്ക്ക് വെച്ചിട്ട് എനിക്ക് തോന്നിയായിരുന്നു വ്യൂസൊക്കെ കുറവായപ്പോഴത്തേക്ക് ചാനൽ അങ്ങ് നിർത്തിയാലോ, അങ്ങ് സ്റ്റോപ്പ് ചെയ്താലോ, നമ്മുടെ വീഡിയോസ് ഒന്നും ഇടുന്നതൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും വ്യൂസൊക്കെ കുറവെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു പരാജയം കാണുമല്ലോ, അതിൽ നിന്നല്ലേ മുന്നോട്ട് വിജയിക്കുന്നത്. അപ്പം ഞാനോർത്ത് പോകുന്നിടം വരെ പോട്ടെ, നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ വിചാരിച്ചായിരുന്നു വീഡിയോസൊക്കെ ഇടുന്നില്ല. നമ്മുടെ സമയം കാശിക്കുട്ടനെ ആണെങ്കിലും അംഗനവാടി കൊണ്ടുവിട്ട് അവന് ഉള്ളപ്പോൾ അവൻ്റെ കുസൃതിയും കുറുമ്പും വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അവനെ വെച്ചുള്ള കുക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത്, എനിക്ക് ആദ്യമൊന്നും വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ യൂട്യൂബിൽ തന്നെ ഞാൻ സെർച്ച് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പുകളൊക്കെ, അങ്ങനെ അതിൽ നിന്ന് ഓരോരുത്തർ ഇട്ടേക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടു കേട്ടോ, ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ അത് വെച്ചിട്ടാണ് ഞാൻ തന്നെ പഠിച്ചു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. എന്നാലും പൂർണ്ണമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തെന്ന് പറഞ്ഞാലും അത് കട്ട് ചെയ്ത് അതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ്, സൗണ്ട് ഉണ്ടെങ്കിൽ ആ സൗണ്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റി, അതിന് നല്ല ക്യാപ്ഷനൊക്കെ കൊടുത്ത്, അങ്ങനെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അത് നമ്മളിടുന്ന വീഡിയോസൊന്നും ആരും കാണുന്നില്ല, ആർക്കും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും, കമൻറ്റുകൾ വരുന്നില്ല, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് പോകുന്നിടം വരെ പോട്ടെ, ഇഷ്ടപ്പെടുന്നവർ കാണുമായിരിക്കുമല്ലോ. എന്തായാലും കുറച്ച് പേരൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമൊക്കെ ഇടുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ ഒരു 100, 150, 200 വരെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷോർട്ട് വീഡിയോ ഇടുന്നതൊക്കെ, ഷോർട്സൊക്കെ ഇടുന്നത് 500, 600 പോകാറുണ്ട്. അപ്പോൾ കാശിക്കുട്ടൻ അംഗനവാടി പോയിട്ട് അവൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി ഓടി വരുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു എഡിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നന്നായിട്ട് 1000 എങ്ങാണ്ട് വ്യൂസ് ഉണ്ട്. അതിന് നല്ല ലൈക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു അത് അന്ന് എനിക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ. ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അത്രയും പേര് കണ്ടല്ലോ, നമ്മളിടുന്ന വീഡിയോസൊക്കെ കാണാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ചായിരുന്നു. അപ്പം പോകുന്ന വരെ പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു.
പിന്നെ നമ്മുടെ മീൻകറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇവിടെ ചേട്ടായിക്കും കാശിക്കുട്ടനൊക്കെ ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാശിക്കുട്ടൻ എനിക്കൊന്ന് മീനൊക്കെ കഴിച്ച് തുടങ്ങിയ സമയം തൊട്ടിട്ട് ഈ മീനാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചേട്ടായിയൊക്കെ പണ്ട് തൊട്ടേ ഈ മീനാണ് കഴിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ വീട്ടിലൊക്കെ മത്തി, കിളിമീൻ, ഈ മീന് ഇച്ചിരി കട്ടി കൂടുതലായതുകൊണ്ട് അച്ഛൻ കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ മീൻ അങ്ങനെ മേടിക്കാറില്ല. പിന്നെ പോത്ത് മേടിക്കും കേട്ടോ. എല്ലാ സൺഡേ ഞങ്ങളുടെ വീട്ടിൽ പോത്ത് മേടിക്കും. പിന്നെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ചൊവ്വായ തിങ്കളാഴ്ചയൊക്കെ അച്ഛൻ ചിക്കൻ മേടിക്കും കേട്ടോ. അങ്ങനെയൊക്കെയുണ്ട്. ഇവിടെ ചേട്ടായി ചിക്കനും ബീഫൊക്കെ മേടിക്കും കേട്ടോ. അല്ല, മീനിൻ്റെ കാര്യം പറഞ്ഞാണ് കേട്ടോ. ഇവിടെ കൂടുതലും മീൻ മേടിക്കുന്നത് ഇങ്ങനത്തെ പീസ് മീനാണ് മേടിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഉള്ളൂ, അതായത് വെട്ടി കറി വെക്കാനൊക്കെ പാടുള്ള സമയത്തൊക്കെ കുറച്ച്, അതായത് വറക്കാനുള്ള മീനൊക്കെ മേടിക്കും കേട്ടോ. ഇപ്പോൾ 1/2 കിലോ കിളിമീൻ അല്ലെങ്കിൽ 1/2 കിലോ മത്തി അങ്ങനെയൊക്കെ മേടിക്കും. മഴ കാശിക്കുട്ടനപ്പം ഇന്നലെ ആദ്യത്തെ സംഭവമാണ് കേട്ടോ. അംഗനവാടി പോയിട്ട് കാശിക്കുട്ടൻ ഇന്നലെ ടീച്ചർ ഞാൻ എന്നും 1 മണിയാകുമ്പോൾ വിളിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ പുള്ളിക്ക് മെയ് 20 ആകുമ്പോഴത്തേക്ക് 3 വയസ്സാകത്തുള്ളൂ കേട്ടോ കാശിക്കുട്ടന്. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ എന്നോട് പറഞ്ഞായിരുന്നു, ആദ്യം ചേർന്ന സമയത്ത് പറഞ്ഞായിരുന്നു 3 മണി വരെ ഇരുത്തണ്ട, 1 ആകുമ്പോഴത്തേക്ക് വന്ന് വിളിച്ചുകൊണ്ട് പൊക്കോന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്ന് വിളിച്ചുകൊണ്ട് പൊക്കോന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ 1 മണിയാകുമ്പോഴത്തേക്ക് കുഞ്ഞിനെ ചെന്ന് വിളിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ ടീച്ചർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ നോക്കട്ടെ, അവൻ ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കട്ടെ, എങ്കിലും ഉറങ്ങുവാണെങ്കിൽ 3 മണിയാകുമ്പോൾ വന്നാൽ മതി, അവർ വിളിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചു, കാശിക്കുട്ടൻ ഉറങ്ങി 3 മണിയാകുമ്പോഴത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ കിടന്ന് അവൻ ഉറങ്ങത്തേയില്ല, എന്തെങ്കിലും മേലാരിക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഉച്ചയ്ക്ക് ഉറങ്ങാറുള്ളൂ. അപ്പോൾ ഇന്ന് അവൻ അവിടെ അംഗനവാടി ഇന്നലെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇന്ന് ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ, 3 മണിയാകുമ്പോഴത്തേക്ക് വന്നാൽ മതി, അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കാശിക്കുട്ടൻ്റെ അംഗനവാടി വിട്ടത് വെച്ചിട്ട് സ്വഭാവത്തിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേക്കാൻ തുടങ്ങി. കുഞ്ഞാണെങ്കിലും അവൻ രാവിലെ എഴുന്നേക്കും. സ്കൂളിൽ പോകുന്നതിന് ഒരു മടിയും പറയാറില്ല കേട്ടോ. ആ സ്കൂളെന്നാണ് പറയുന്നത്, അംഗനവാടി എന്ന് പറയാറില്ല കേട്ടോ. സ്കൂളിൽ പോകാം, ഞങ്ങൾ എഴുന്നേൽക്കുമ്പോഴേ ചോദിക്കും അംഗനവാടി പോകണ്ടേയും ചോദിക്കുമ്പോഴത്തേക്ക് പറയും സ്കൂളിൽ പോകണം എന്ന് പറയും. പിന്നെ പുള്ളിക്ക് കുളിക്കുന്ന കാര്യം ഭയങ്കര മടിയാണ്. ദേഹത്ത് വെള്ളം ഒഴിക്കുന്നതിന് കുഴപ്പമില്ല, മുഖത്ത് വെള്ളം ഒഴിക്കാനേ സോപ്പിടാനും പറ്റത്തില്ല. അതിന് കിടന്ന് ബഹളം കിട്ടും കേട്ടോ. ആ ഒരു കാര്യത്തിനുള്ള വാശി. പിന്നെ ആഹാരം കഴിപ്പിക്കുന്നത്, ആ 2 കാര്യത്തിനാണ് ഞങ്ങൾ ബുദ്ധിമുട്ടുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനാണ് കൂടുതലും കേട്ടോ ബുദ്ധിമുട്ടുന്നത്. ചേട്ടായി ബുദ്ധിമുട്ടറിയില്ല അവൻ്റെ കാര്യത്തിൽ. പിന്നെ അപ്പോൾ കാശിക്കുട്ടന് രാവിലെ ആഹാരമൊക്കെ ഇപ്പോൾ അംഗനവാടി പോയി തുടങ്ങിയതിന് പിന്നെ ശകല ക്ഷീണമുണ്ട് പുള്ളിക്ക്. നേരത്തെയൊക്കെ വീട്ടിലിരുന്ന് ഇടയ്ക്കൊക്കെ ഞാൻ എന്തെങ്കിലും കഴിപ്പിക്കുന്നുള്ളൂ. ഇപ്പോൾ അതിൻ്റേതായ ശരീരത്തൊരു ക്ഷീണം വന്നിട്ടുണ്ട്, ഇച്ചിരി മെലിഞ്ഞിട്ടുണ്ട് ആളുകൾ. അപ്പോൾ ഞാനത് ടീച്ചറിനോട് അത് പറഞ്ഞായിരുന്നു, പുള്ളി ആഹാരം കഴിക്കാൻ കുറച്ച് മടിയാണ്. അപ്പം കഞ്ഞിയൊക്കെ ആണെങ്കിലും അവിടെ നിന്ന് കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ കഴിക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ടീച്ചറെ ഒന്ന് കഴിപ്പിക്കാൻ ശ്രമിക്കണേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിക്കാം. ഞാൻ 10 മണിക്കുള്ളതൊക്കെ കഴിക്കാൻ കൊടുത്താണ് വിടുന്നത്. ടീച്ചർ ഇന്നലെ എന്നോട് പറഞ്ഞു. അപ്പം കാശിക്കുട്ടൻ ഇന്നലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ 10 മണിക്ക് കഴിക്കാൻ കൊടുത്തു വിട്ടത്, കഴിച്ചതെന്ന്. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ നല്ല ഗുളുകുളാൻ തിളച്ച് വന്നിട്ടുണ്ട്. അതേ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നത്. വലിയ മീൻകറി നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.